ഈ ക്വസ്റ്റ്യൻ നോക്കാം. 1 പ്ലസ് ടാൻ തീറ്റ പ്ലസ് സീക്ക് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോട്ട് തീറ്റ മൈനസ് കൊസീക്ക് തീറ്റ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ചോയ്സുകൾ തന്നിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് നോർമൽ മെത്തേഡ് ഉണ്ട്, വേറൊരു എളുപ്പവഴിയും കൂടി ഉണ്ട്. എങ്കിലും ഞാൻ നോർമൽ മെത്തേഡിൽ തന്നെയാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ആണ് എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഷോർട്ട് കട്ട് മെത്തേഡ് പറയുന്നില്ല. നോർമൽ മെത്തേഡ് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒന്നുകൂടി എഴുതാം. 1 പ്ലസ് ടാൻ തീറ്റ നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ടാനിനെ നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാം. മിക്ക പ്രോബ്ലംസും ഒരു മോർ ദാൻ 80% ക്വസ്റ്റ്യൻസും സിംപ്ലിഫൈ ചെയ്യുന്നത് എന്താണ്, സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ എഴുതിയിട്ടാണ്. സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ എഴുതാൻ നോക്കണം മാക്സിമം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് എഴുതി. പ്ലസ് സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ അറിയാമോ, അത് 1 ബൈ കോസ് തീറ്റയാണ്. കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക്. പിന്നെ ഇവിടെ 1 വന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളായിരുന്നു അത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പഠിച്ചിരുന്നു. അതേപോലെ കോട്ട് തീറ്റ എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അത് ഓർമ്മയില്ലെങ്കിൽ ഇപ്പോഴേ തന്നെ ബൈ ഹാർട്ടാക്കി വെക്കണം, അതെപ്പോഴും ആവശ്യം വരുന്നതാണ്. കോട്ട് എഴുതി. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ അറിയാലോ അല്ലേ. കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ ആണെന്ന് അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്താലോ, ഒരു സ്റ്റെപ്പ് ഞാൻ എക്സ്ട്രാ എഴുതിക്കോട്ടെ. ഇത് 3ഉം എനിക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? 3 എണ്ണം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാനായിട്ട്. ഇവിടെ ഡിനോമിനേറ്റർ കോസ്, ഇവിടെയും കോസ്, ഇവിടെ അങ്ങനെ ഇല്ല. എല്ലാത്തിലും ഡിവൈഡഡ് ബൈ കോസ് ഉണ്ടായിരുന്നെങ്കിൽ ആഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഈ 1നെ നമുക്ക് കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. കോസ് തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ വെട്ടിപ്പോയി കഴിഞ്ഞാൽ 1 തന്നെ വരില്ലേ. അത് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എഴുതിയതാ. ഒരേ ഡിനോമിനേറ്റർ കോസ് ആവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതിയത്. ഇനിയോ ഇവിടെ ഡിനോമിനേറ്റർ സൈൻ, ഇവിടെയും സൈൻ, ഇവിടെ ഒന്നുമില്ല. ഒരേ ഡിനോമിനേറ്റർ വരാൻ വേണ്ടി ഇവിടുത്തെ 1നെ നമുക്ക് സൈൻ ബൈ സൈൻ എന്ന് എഴുതാം. സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ 1 തന്നെയാണല്ലോ. പ്ലസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് 1 ബൈ സൈൻ തീറ്റ. ഇങ്ങനെ വന്നു. സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ 1 തന്നെയാണല്ലോ. അപ്പം നമുക്ക് ഇത് 3ഉം ആഡ് ചെയ്യാൻ എളുപ്പമായില്ലേ. എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഇവിടെ 3ൻ്റെയും കോമൺ ഡിനോമിനേറ്റർ കോസാണ്. അപ്പോൾ അതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ന്യൂമറേറ്ററുകൾ ആഡ് ചെയ്യുമ്പോൾ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. കോമൺ ഡിനോമിനേറ്റർ 3ൻ്റെയും കോമൺ ഡിനോമിനേറ്റർ കോസ് തീറ്റ എഴുതി. ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്തു. അതേപോലെ ഇത് 3 എണ്ണം ചെയ്യാനായിട്ട് 3ൻ്റെയും കോമൺ ഡിനോമിനേറ്റർ സൈൻ തീറ്റ, അതെഴുതാം സൈൻ തീറ്റ. ആ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ഓർ മൈനസ് ചെയ്ത് പോവാം. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് 1 എഴുതി. നമുക്കിതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം? എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ. ഞാനൊരു വഴി പറഞ്ഞുതരാം. ഡിനോമിനേറ്റർ കോസ് ഇൻറ്റു സൈൻ ആണ്. ആ ന്യൂമറേറ്റർ ഇങ്ങനെ ചെയ്യാം. ഒരു വഴി പറഞ്ഞുതരാം. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റനെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റനെ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതാം.
ഞാനൊരു ബ്രാക്കറ്റ് ഉപയോഗിച്ചോട്ടെ. +1. എന്തിനാണ് ഇത് എഴുതണേന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. തെറ്റൊന്നുമില്ലല്ലോ, ഞാനൊരു ബ്രാക്കറ്റ് എഴുതിയെന്ന് വെച്ച് തെറ്റില്ലല്ലോ. കോസ് പ്ലസ് സൈന് സൈൻ പ്ലസ് കോസ്, പിന്നെ +1. അതുപോലെ ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ -1 അല്ലേ. ഒരു ബ്രാക്കറ്റ് ഇട്ടോട്ടെ. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ -1 ഓൾ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഇത് എഴുതിയത്. ഇതുവരെ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ന്യൂമറേറ്റർ ഒന്ന് നോക്കിയേ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ ആ ന്യൂമറേറ്റർ ഒന്ന് നോക്കാം. ഇവിടെ സൂക്ഷിച്ച് നോക്കണം കേട്ടോ. a+b × a - b ഫോമിലല്ലേ. ആ സൈൻ പ്ലസ് കോസിന് a എന്ന് വായിക്ക് കുറച്ച് നേരത്തേക്ക്. ഇത് a ആണെന്ന് വായിക്ക്. ഈ 1 b ആണെന്ന് വായിക്ക്. a+b × a - b. a+b × a - b വന്നാൽ a² - b² അല്ലേ. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് b² എന്ന് പറഞ്ഞാൽ 1². a+b × a - b. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ന്യൂമറേറ്റർ ഇങ്ങനെ എഴുതി. ഇനി താഴെ കോസ് തീറ്റ സൈൻ തീറ്റ അഥവാ സൈൻ തീറ്റ കോസ് തീറ്റ. അത് ഓർഡർ മാറ്റണം നിർബന്ധമൊന്നുമില്ല, ഞാൻ വെറുതെ മാറ്റിയെന്ന് മാത്രം. കോസ് തീറ്റ സൈൻ തീറ്റ പിന്നെ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കണം. സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. a+b ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. a+b ഹോൾ സ്ക്വയർ a² പ്ലസ് 2ab പ്ലസ് b² മൈനസ് 1² 1 ആണ്. താഴെ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി ഇവിടെ നോക്കിയേ. ഇവിടെ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ. ഒരു ചെറിയ സ്റ്റെപ്പുകളൊന്നും ഒഴിവാക്കിയാലും പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ നോക്കണം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അത് 1 ആവില്ലേ? 1 ആവും. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ സമ്മ് ഞാൻ ആദ്യം 1 എഴുതി. എന്നിട്ട് ആ മിഡിലിനകത്തുള്ള ടേം 2 സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ പിന്നെ ഇവിടെയുള്ള -1 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ 1ഉം -1ഉം ക്യാൻസലായി പോവും. 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. സൈൻ തീറ്റ കോസ് തീറ്റ മുകളിലും താഴെയും ക്യാൻസലായി പോയിട്ട് 2 വരും. 2 ആണ് ആൻസർ. ഓക്കെ.